Would you watch your parents having sex every day for your rest of life, or would you join it and stop it forever? ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആര് ചോദിച്ചാൽ നിങ്ങൾക്ക് കേൾക്കണ്ടേ? നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ഫോളോവേഴ്സും അതുപോലെ തന്നെ അയാൾ തന്നെ ഒരു സ്വയം ഇൻഫ്ലുവൻസറാണ്, ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്. പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജിയുടെ കയ്യിൽ നിന്ന് നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രശസ്ത ഇൻഫ്ലുവൻസറുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാനിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ഡോക്സ് വിത്ത് അർച്ചന. ഇന്നിപ്പോൾ നൈറ്റ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതിനൊരു ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം വീഡിയോസ് ഞാനിങ്ങനെ ഡെയിലി വൈസ് കാണുകയാണ് ഇതിനെ പറ്റിയിട്ട്. ഇപ്പോൾ ഏതിനെ പറ്റിയിട്ടെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദ ഇന്ത്യ ഗോട്ട് ടാലൻറ്റ് ഷോ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ രൺവീർ അലഹബാദിയും അതുപോലെ തന്നെ സമയ റെയ്ന, പിന്നെയും പേരറിയാത്ത വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഐ ഡോണ്ട് ഈവൻ സെർച്ച് ഫോർ ദെയർ നെയിംസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്ര പോലും എനിക്ക് താല്പര്യമില്ല അവരെ നെയിമൊക്കെ സെർച്ച് ചെയ്ത് അവരെ പേര് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത്രയും എന്താ പറയുക, വിഷമത്തോടെയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താ വെച്ചാൽ അവരെ പോലുള്ള ആൾക്കാർ വന്ന്, അതായത് അവർ സമൂഹത്തിലേക്ക് നല്ല രീതിയിലുള്ള മെസ്സേജ് കൊടുക്കേണ്ട കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ്, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ്. സോ ഇത്തരത്തിലുള്ള ഒരു ന്യൂ ജനറേഷനിലുള്ള ഇത്രയും ഫോളോവേഴ്സൊക്കെ ഉള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അവർക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോം കിട്ടുന്ന സമയത്ത് വായി തോന്നി എന്തും വിളിച്ച് പറയാന്നുള്ളൊരു ലൈസൻസാണ് അവർക്ക്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഫീലിങ്സ് എന്താണ്, എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ പറ്റും, എന്തൊക്കെ ചോദിച്ചാലാണ് അവർക്ക് ബുദ്ധിമുട്ടാവുക എന്നൊന്നും അവർ ചിന്തിക്കുന്ന പോലുമില്ല. They consider themselves as a judge with every knowledge they have. അവർക്കെല്ലാം അറിയാവുന്ന, എല്ലാം തികഞ്ഞ ജഡ്ജസായിട്ട് അവരെ തന്നെ കാണുകയാണ്. എന്നിട്ട് ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പാരൻസിൻ്റെ സെക്സ് ലൈഫിനെ പറ്റിയും അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്സിനെ പറ്റിയും യാതൊരു മടിയും കൂടാതെ തുറന്ന് വിളിച്ച് പറയുകയാണ്. ആൻഡ് അവരൊന്നും ചിന്തിക്കുന്ന പോലുമില്ല ഇതെങ്ങനെയാണ് ആൾക്കാരിലേക്ക് ഡെലിവർ ചെയ്യുന്നത്, ആൾക്കാരിത് കാണുമ്പം എന്താണ് അവരെ പറ്റി വിചാരിക്കുക. നമ്മളൊന്നും ചിന്തിക്കില്ലേ, മനുഷ്യന്മാർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ? അപ്പോൾ അവരൊന്നും ചിന്തിക്കില്ല ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഏത് രീതിയിലാണ് എടുക്കുക. ആൻഡ് രൺവീർ അലഹബാദിയ, പുള്ളി ഒരുപാട് ഈ ഭഗവത്ഗീതയെ പറ്റിയും ഒരുപാട് സ്പിരിച്വലായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ്. ആ ആൾ തന്നെ വന്നിരുന്നിട്ട് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ സംസാരിക്കുമ്പം അയാൾ എന്ത് ഫാമിലി മാനാണ്, അയാൾ എന്ത് ഫാമിലി വാല്യൂ ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അയാൾ എന്ത് മെസ്സേജ് കൊടുത്താലാണ് അതിനൊരു വാല്യൂ ഉണ്ടാവുക. അയാൾ ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഫെയിം ക്രിയേറ്റ് ചെയ്തെടുത്തത്, പക്ഷെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് അതെല്ലാം ഇല്ലാതാക്കുന്ന ഒരു സ്റ്റേറ്റ് വരെ എത്തിയിരിക്കുകയാണ്. അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ അയാൾ ഇത്രയധികം കാലം കെട്ടിപ്പടുത്ത പ്രശസ്തിയും അതുപോലെ പദവിയും അല്ലെങ്കിൽ ഫെയിമും എല്ലാം ഒറ്റയടിക്ക് ഇങ്ങനെ കുത്തനെ ഡ്രോപ്പായെന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട്, എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് പുള്ളി വന്നിട്ട് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പുള്ളിയുടെ എന്താ പറയുക, സോറിയാണ് അങ്ങനെ അറിയാതെ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ്, എന്നിട്ട് ഇതൊക്കെ തമാശയെന്ന് പറയുകയാണ്. അതായത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഡാർക്ക് ഹ്യൂമർ സെൻസിൽ പറഞ്ഞിട്ടുള്ളതാണെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഐ ഡോണ്ട് കൺസിഡർ ഇറ്റ് ആസ് എ ഡാർക്ക് ഹ്യൂമർ. കാര്യം ഹ്യൂമർ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഹാസ്യം, അതൊരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഇത്രയും എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും ഹേർട്ട് ചെയ്യുന്ന രീതിയിലാവരുത്. നമുക്ക് വായി തോന്നി എന്ത് കാര്യം വിളിച്ചു പറഞ്ഞിട്ട് അത് തമാശയാണെന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ അത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. യു ഹാവ് ടു തിങ്ക് ദാറ്റ് നമ്മൾ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആവുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ? അല്ലാതെ വെറുതെ നമ്മൾ വായി തോന്നി എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാനാണെങ്കിൽ എന്തിനാണ് ഇവിടെ യൂട്യൂബിൻ്റെതായിട്ടുള്ള കമ്മ്യൂണിറ്റി ഗൈഡൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്? എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തിട്ടാൽ പോരെ? അവർക്ക് തോന്നിയതൊക്കെ വായിന്ന് വിളിച്ചു പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടാൽ പോലെ. ദേ ഡോണ്ട് ഇവൻ തിങ്ക് ദാറ്റ് ഇങ്ങനൊരു വീഡിയോ കുറേ പേര് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് ഇത് കൂടുതൽ എത്തും. അവർ വിചാരിച്ച പോലെ വീഡിയോ റീച്ച് ആയിട്ടുണ്ട്. ആൻഡ് ആ വീഡിയോ ഇപ്പോൾ ബാൻ ചെയ്തിട്ടുമുണ്ട്. ആൻഡ് ഇവർക്കെതിരെ ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയതിന് FIR മുംബൈ പോലീസ് FIR കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആൻഡ് ഇയാൾ പിന്നെയും ഇങ്ങനെ ഓരോരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് രൺവീർ അലഹബാദിയ. കാര്യം പുള്ളിക്ക് ചിലപ്പം അറിയായിരിക്കും മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ. കാര്യം ഇപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാരിലേക്ക് അത് എത്തുമല്ലോ. സോ ദാറ്റ്സ് വൈ ഹീ പുട്ടിങ് ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്നുണ്ട്. പിന്നെ പുള്ളി ഇങ്ങനെ എന്താ പറയുക, പുള്ളിയുടെ കാര്യം നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പുള്ളിയുടെ കുറേ യാതനകളും കഷ്ടപ്പാടുകളും ഇതുവരെ വന്ന വഴികളും എല്ലാം എഴുതിയിട്ടിട്ട് എന്തൊക്കെയോ ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് പുള്ളി, ഇന്ന് രാവിലെ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ.
ഐ ഡോണ്ട് നോ പുള്ളി ഇനിയിപ്പോൾ എത്ര കടന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാരത് വിശ്വസിക്കും എന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം രീതിയിലുള്ളൊരു അത്രയധികം വിവാദപരമായിട്ടുള്ളൊരു പരാമർശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് പല ആൾക്കാരെയും പല രീതിയിലായിട്ട് എഫക്റ്റീവ് എന്ന പോലെ അയാൾ ചിന്തിച്ചിട്ടില്ല. അയാളുടെ തന്നെ പാരൻസിൻ്റെ വാല്യൂവിനെ പോലും അത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന അയാളത് ചിന്തിക്കുന്നില്ല. സോ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ, ഇത്തരത്തിൽ കുറച്ച് ഒരു മൈക്ക് കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പോഡ്കാസ്റ്റുകളും ഷോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്, ഇത്തരത്തിൽ മൈക്ക് കൈ കിട്ടുമ്പോൾ എന്ത് രീതിയിലുള്ള വൃത്തികെട്ട വർത്തമാനം പറയാമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്കെതിരെ ഇനിയും കേസ് വരാൻ ചാൻസ് ഉണ്ട്. ഐ മീൻ ഇത് ആരെങ്കിലും കണ്ടിട്ട്, ഇപ്പോൾ ചെറിയ മക്കൾ ഇത് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ വളർന്ന് വലുതായിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ട്, പല ഏജസിലുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നുണ്ടാവും. അപ്പോൾ ആൾക്കാരിലേക്ക് ഇത് ഏത് രീതിയിലാണ് ഡെലിവറി ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇത്തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത്. സോ ഇപ്പോൾ ആൾ ക്രിയേറ്റ് ചെയ്തെടുത്ത എല്ലാ പദവിയും ഫെയിമും കാര്യങ്ങളെല്ലാം പോയി. ആളുടെ ഒരു ഓറ തന്നെ ഇപ്പോൾ പോയിട്ടുണ്ടാവുമെന്നാണ് വേണേൽ പറയാം. കാര്യം ഇതെങ്ങനെ പോലൊരു ബ്ലാക്ക് മാർക്കാണ് ആളുടെ ഒരു ത്രൂ ഔട്ട് ഒരു ജേർണീൻ്റെ അകത്ത് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റും ഈ ഒരു കോൺട്രവേഴ്സി ന്യൂസും കാര്യങ്ങളും എങ്ങനെ പോലൊരു ബ്ലാക്ക് മാർക്കാണ്. സോ രൺവീർ അഹ്ലബാദിയുടെയും അതുപോലെ തന്നെ സമയ മേറിയുടെയും പിന്നെ ഇന്ത്യ ഗോട്ട് ടാലൻറ്റ് ഷോ എന്ന് പറയുന്ന ആ ഒരു പരിപാടിൻ്റെ അകത്തുള്ള ഫുൾ ആൾക്കാരുടെയും ഒരു ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് എല്ലാ ആൾക്കാരും മൈൻഡിൽ വെക്കുക. ഇങ്ങനെ ഒരിക്കലും ആവരുത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക. നമ്മളൊരാടുത്ത് സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കണ്ടൊക്കെ സംസാരിക്കണം, എസ്പെഷ്യലി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ, ബിക്കോസ് ദേ ഹാവ് സോ മച്ച് റെസ്പോൺസിബിലിറ്റി ടു ദ വ്യൂവേഴ്സ് അല്ലേ. ആൻഡ് വേറൊരു കാര്യം കൂടെ പറയാണ്ട്, അതിലൊരു പഞ്ചാബി ആയിട്ടുള്ളൊരു ചെക്കനില്ലേ, അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു പെൺകുട്ടീൻ്റെ അടുത്ത് പൊളിറ്റിക്സിനെ പറ്റി ചോദിക്കുന്നതായിരുന്നു. അപ്പോൾ പൊളിറ്റിക്സിനെ പറ്റി ചോദിച്ച സമയത്ത് കുട്ടി പറയുന്നു, എനിക്ക് പൊളിറ്റിക്സിലൊന്നും വലിയ താല്പര്യമില്ല, ഞാൻ വോട്ട് പോലും ചെയ്യുന്നില്ല എന്ന്. അപ്പോഴാണ് ആ ഒരു പഞ്ചാബി ആൾ പറഞ്ഞത്, കേരള സാർ 100% ലിറ്ററസി സാർ, അതായത് കേരളത്തിന് സാക്ഷരത 100% ആണെങ്കിൽ വകതിരി വട്ടപൂജ്യമാണെന്നുള്ള രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ടാണ് പുള്ളി പറഞ്ഞത്. ബട്ട് പുള്ളീൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ എല്ലാ നാട്ടിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യം പൊളിറ്റിക്കൽ ഇൻകറക്റ്റാണ്. അത് ഒരിക്കലും രാഷ്ട്രബോധമുള്ള ഒരാൾ ചെന്നിട്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അത് പേഴ്സണലി എൻ്റെ ഒപ്പീനിയനാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ മൊത്തത്തിലുള്ള സ്റ്റേറ്റിനെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടല്ലായിരുന്നു റിപ്ലൈ കൊടുക്കേണ്ടത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ എന്താണോ കമൻറ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ, കമൻറ്റ് ഡൗൺ ചെയ്യാം. ഞാനിപ്പോൾ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. കാര്യം എനിക്കിത് ചെയ്യണം തോന്നി, ബിക്കോസ് ഇത് വളരെ കത്തി നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ചെയ്തു എന്നല്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഇവിടെ വന്ന് ഷെയർ ചെയ്യണം തോന്നി. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഷോർട്സ് ചെയ്യുന്നുണ്ട്. സോ വൈ ഷുഡ് ഐ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങളുടെ കമൻറ്റ്സ് എന്ത് തന്നെയാണെങ്കിലും എന്നെ അറിയിക്കുക. അപ്പോൾ ചച്ചാ ബൈ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വേറൊരു വീഡിയോ ഇട്ട് വരുന്നത് വരേക്കും ചച്ചാ ബൈ. ടേക്ക് കെയർ.